കുമ്പള ആരിക്കാടി പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ട്രസ്റ്റി വിഭാഗവും ദേവസ്വം വിഭാഗവും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരമായില്ല. ഈ സാഹചര്യത്തിൽ ഇത്തവണത്തെ കളിയാട്ടത്തിൽ തെയ്യക്കോലങ്ങൾ ഉണ്ടാകില്ലെന്ന് ട്രസ്റ്റി വിഭാഗം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ആലിത്തെയ്യം കെട്ടിയാടിക്കുന്നതിലൂടെ പ്രസിദ്ധമായ കുമ്പള ആരിക്കാടിയിലെ പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അതിരൂക്ഷമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ടം തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കാതെ ചടങ്ങിൽ മാത്രമായി ഒതുക്കി നടത്തുന്നതെന്ന് തറവാട് വിഭാഗം പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ಅಷ್ಟೊಂದು ಹೆಸರುವಾಸಿ ಅದಕ್ಕೆ ನಾವು ಎಲ್ಲರೂ ಸೇರಿ ಒಂದೇ ಇದರಿಂದ ಯಾವ ಗಲಾಟೆ ಆಗಲಿಕ್ಕೆ ಯಾವುದು ಇಲ್ಲದೆ ಒಂದೇ ಮನಸ್ಸಿಂದ ಎಲ್ಲರೂ ಸೇರಿ ಅದನ್ನು ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಹೋಗೋದು ನಮ್ಮ ಕರ್ತವ್ಯ. ನಾವು ಅದನ್ನು ಮಾಡಬೇಕು. ಅವರಿಗೆ ಮೊದಲಿಂದ ನಮ್ಮ ಹಿರಿಯರ ಒಂದು ವ್ಯವಸ್ಥೆ ಬಗ್ಗೆ ತುಂಬ ಅಭಿಮಾನ. ಪ್ರತಿಯೊಂದು ಕ್ಷೇತ್ರದಲ್ಲಿ ಅದರದೇ ಆದ ಕಟ್ಟುಕಟ್ಟಲೆ ಹಿಂದಿನಿಂದ ನಮ್ಮ ಹಿರಿಯರು ಮಾಡಿರುವಂತಹ ವ್ಯವಸ್ಥೆಗಳ ಬಗ್ಗೆ ತುಂಬಾ ಅಭಿಮಾನ ಇರಬೇಕಾದಂತ ಪ್ರತಿಯೊಬ್ಬರದ್ದು ಒಂದು ಕರ್ತವ್ಯ ಮತ್ತೆ ಜವಾಬ್ದಾರಿ ಉಂಟು. ಹಾಗೆ ಭಗವತಿ ಆಲಿಚಾಮುಂಡಿ ಪಾರಸ್ಥಾನ ಈ ಕ್ಷೇತ್ರದ್ದು ಬಮರಾಣದ ಇವರು ನಡೆಸಿಕೊಂಡು ಬಂದಂತಹ ಒಂದು ವ್ಯವಸ್ಥೆ ಏನಿತ್ತು ಅದು ಈಗ ಒಂದು ಸ್ವಲ್ಪ ಸಮಯದಲ್ಲಿ ಎಲ್ಲಾದ್ರೂ ವ್ಯತ್ಯಾಸ ಕಂಡುಬರ್ತಾ ಇದೆ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ്. പ്രാചീന കാലം മുതൽ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ചടങ്ങുകളിൽ മാറ്റം വരുത്തിയും ക്ഷേത്രത്തിലെ കാരണവർ അടക്കമുള്ള ആചാരക്കാരെ പങ്കെടുപ്പിക്കാതെയും പുതിയ ഭണ്ഡാരം സ്ഥാപിച്ചുമെല്ലാം ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂടെയുള്ള കുറച്ചാളുകളും ചേർന്ന് കഴിഞ്ഞ 2 വർഷം കളിയാട്ടം കൊണ്ടാടിയിരുന്നുവെങ്കിലും ആചാര അവകാശമുള്ള തറവാട്ടുകാരും തന്നെ ഇതുമായി സഹകരിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് പ്രശ്നം പരിഹരിക്കാനായി കാസർഗോഡ് ജില്ലയിലെ 18 ഘടകക്ഷേത്ര ഭാരവാഹികളുടെയും ആചാരസ്ഥാനികരുടെയും മധ്യസ്ഥതയിൽ പ്രശ്നചിന്ത നടത്തുകയും ഇതിൽ ഉരുത്തിരിഞ്ഞു വന്ന പരിഹാര വ്യവസ്ഥകൾ 2 കൂട്ടരും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ദേവസ്വം ഫിറ്റ് പേഴ്സണും ഒപ്പമുള്ളവരും ഇതിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉടലെടുത്തതെന്നും തെയ്യം വേണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് തങ്ങളെ എത്തിച്ചതെന്നും ക്ഷേത്രത്തിന്റെ പാരമ്പര്യ ട്രസ്റ്റിയായ ബംബ്രാട യജമാനനും ആചാരസ്ഥാനങ്ങൾ വഹിക്കുന്ന തറവാട് പ്രതിനിധികളും ജന്മാവകാശികളായ കോലധാരികളും വ്യക്തമാക്കി. 2 ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന്റെ ഫിറ്റ്പേഴ്സന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അത് ലംഘിക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അതിന് പ്രധാനമായിട്ടുള്ളത് ഇവിടെ ഒരു കാലങ്ങളായിട്ട് നമ്മളൊക്കെ പൂർവ്വകാലത്ത് മുതൽ പ്രാചീന കാലം മുതൽ അവിടെ ക്ഷേത്രോത്സവത്തിന് ഭണ്ണാരം എഴുന്നള്ളിക്കുന്നത് ഇവിടെ ക്ഷേത്രത്തിന് തൊട്ട് താഴെയുള്ള ഭണ്ണാര സ്ഥാനത്ത് നിന്നാണ്. ആ ഭണ്ണാര സ്ഥാനത്ത് നിന്നുള്ള ഭണ്ണാരം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഭണ്ണാരം വേണ്ട, ഞങ്ങൾ പുതിയ ഭണ്ണാരം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ക്ഷേത്രോത്സവം നടത്തുമെന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു തീരുമാനം ഈ ദേവസ്വത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ വേണ്ടതിന് ഭാഗമായിട്ട് പുരാതന കാലം മുതൽക്കേ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂവെന്നും ഇവർ പറഞ്ഞുവെക്കുന്നു. ക്ഷേത്രത്തിലെ പാരമ്പര്യ സ്ഥിരം ട്രസ്റ്റി വി മോഹൻദാസ് റൈ, തെയ്യം കോലധാരി കുമ്പ്യത്തറവാട്ടിൽ രാജേഷ്, ഇച്ചിലമ്പാടി തറവാട് പ്രതിനിധി ശ്രീധരപ്പണിക്കർ, ബല്ലമ്പാടി തറവാട് പ്രതിനിധി മോഹനൻ, കോരിക്കണ്ടം പ്രതിനിധി നാഗേഷ്, ബംബ്രാണ യജമാനരുടെ മകൾ അഡ്വക്കേറ്റ് ഭാഗ്യശ്രീ റൈ, കോലധാരിയായ കുമ്പ്യത്തറവാട്ടിലെ രാമചന്ദ്രൻ എന്നിവരാണ് കുമ്പള പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കുമ്പള.